ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഗൈസ്, അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ക്യാഷ് ബാക്ക് നേടാൻ പറ്റുന്നതാണ്. അപ്പൊ അതിനായിട്ടുള്ള ഒരു അടിപൊളി വെബ്സൈറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസർ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഐഫോൺ യൂസർ ആണെന്നുണ്ടെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ബാക്സ് ആണെന്നുണ്ടെങ്കിൽ നേടാൻ കഴിയുന്നതാണ്. അപ്പം എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ അതിന്റെ പെട്ടെന്ന് തന്നെ പറഞ്ഞു തരാം. അപ്പം ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ടെലിഗ്രാമിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിന്റെ ഇതിനകത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ലോഗിൻ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അപ്പൊ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യാം. അപ്പം അവിടെ ആയിട്ട് നമുക്ക് UPI എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആ UPI എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ആയിട്ട് ഫ്രീ ചാർജ്, മൊബിവിക്ക്, ആമസോൺ പേ അങ്ങനെ കുറച്ച് UPI ആപ്ലിക്കേഷൻസിന്റെ പേരുണ്ട്. അപ്പം നിങ്ങൾ അതിൽ ഏത് UPI ആപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത് അതുമായിട്ട് ഇത് കണക്ട് ഈ വെബ്സൈറ്റ് കണക്ട് ചെയ്യണം. അപ്പൊ അതിനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ നമ്പറും ആ ഒരു OTP ഒക്കെ എൻ്റർ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കണക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അവിടെ ഒരു പിൻ നമ്പർ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആയിട്ട് കുറെ ടാസ്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടാസ്കുകൾ എന്ന് പറയുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ 200 രൂപയുടെ, 100 രൂപയുടെ, 300 രൂപയുടെ അങ്ങനെ ഓരോരോ എമൗണ്ടിന്റെ ടാസ്കുകളുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ സപ്പോസ് നിങ്ങൾ ഒരു 100 രൂപയുടെ ടാസ്ക് സെലക്ട് ചെയ്തു. ടാസ്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഏകദേശം 4% ക്യാഷ് ബാക്ക് ആയിട്ട് വരുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ ആ 100 രൂപ ടാസ്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു അക്കൗണ്ടിലേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എമൗണ്ട് 100 രൂപ അയച്ചു കൊടുക്കണം. അതിനായിട്ടായാലും നിങ്ങൾ ആ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഏത് UPI ആപ്ലിക്കേഷൻ ആണെന്നോ ഈ ഒരു വെബ്സൈറ്റ് കണക്ട് ചെയ്തത് ആ ഒരു UPI ആപ്ലിക്കേഷനിലേക്ക് പോവാം. അപ്പൊ ഫ്രീ ചാർജിലേക്ക് പോയിട്ട് ഈ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന അക്കൗണ്ടിലേക്ക് 100 രൂപ സെൻഡ് ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് തിരിച്ചു വന്നിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ആയിട്ട് ഈ ഒരു സ്ക്രീൻഷോട്ടും പിന്നെ നമ്മൾ അവിടെ ആ ഒരു ട്രാൻസാക്ഷൻ്റെ UTR ID നമ്മൾ എൻ്റർ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ കൺഫേം ചെയ്ത് കൊടുക്കുക. ഏകദേശം 1 മിനിറ്റിനുള്ളിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ ഈ ഒരു വെബ്സൈറ്റിന്റെ അക്കൗണ്ടിനകത്തിലാണെന്നുണ്ടെങ്കിൽ 104 രൂപയായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ 4% അവിടെ നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് വരുന്നതാണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആണെന്നുണ്ടെങ്കിൽ ടാസ്കുകളാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ടിന്റെ ടാസ്കുകൾ ചെയ്യാൻ കഴിയുന്നതാണ്. ഇപ്പൊ 100 രൂപയുടെ ഒരു 4 ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 16 രൂപയുടെ ടാസ്ക് എക്സ്ട്രാ എമൗണ്ട് വരുന്നതായിരിക്കും. നിങ്ങളിപ്പോ 200ന്റെ ഒരു 5 ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 20 രൂപയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ എമൗണ്ട് വരുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ടാസ്കുകൾ ഓരോന്നോരോന്ന് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അതിലാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ക്യാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ നേടാൻ കഴിയുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ എമൗണ്ടും വേണമെങ്കിൽ അതിനകത്ത് ഓരോന്ന് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇത് കൊടുത്തിട്ടുണ്ടായാലും അപ്പൊ അതിനനുസരിച്ച് വലിയ എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് വരുന്നതായാലും. ഇനിയിപ്പോ ഇത്ര എമൗണ്ട് നമ്മൾ ഓരോരോ ടാസ്കുകൾ ചെയ്യുമ്പോൾ ക്യാഷ് ബാക്ക് കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. ഇനി വിഡ്രോലിന്റെ കാര്യം വന്നിട്ട് വളരെ ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഇതിന്റെ സിസ്റ്റം വർക്ക് ആവുന്നത്. നമ്മൾ വിഡ്രോലിന്റെ ആ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് UPI ആപ്ലിക്കേഷൻ ഒന്ന് കണക്ട് ചെയ്ത് ഇപ്പൊ ഫ്രീ ചാർജ് അല്ലെങ്കിൽ മൊബിവിക്ക് ഏത് ആപ്ലിക്കേഷൻ ഒന്ന് കണക്ട് ചെയ്തത് അപ്പം അതിന്റെ UPI ID ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ആണെന്നിരിക്കും. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി എമൗണ്ട് വരുന്നതായിരിക്കും. അപ്പം അങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റ് വർക്ക് ആവുന്നത്. ഇപ്പൊ ഓൺലൈനായിട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയ സമയത്ത് കുറെ നാളായിട്ട് ഈ ഒരു വെബ്സൈറ്റ് ഇപ്പൊ വർക്കിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എക്സ്ട്രാ എമൗണ്ട് ഇതുപോലെ ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് ബാക്ക് നേടണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്ത് നോക്കാൻ കഴിയുന്നതാണ്. പിന്നെ ഒരു കാര്യം, ഇതിനകത്ത് നിങ്ങൾ ഓരോ ദിവസം കിട്ടുന്ന എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറ്റി കൊണ്ടുപോകാതിരിക്കും. ഓട്ടോമാറ്റിക് ആണ്. പക്ഷെ ചില സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില സമയത്താണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ആ UPI ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യണം. അങ്ങനെ കുറെ പ്രോംപ്റ്റ് വരാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഒന്നുകൂടെ കണക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഈ ഒരു വെബ്സൈറ്റിനെ പറ്റി ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ ഉറപ്പായിട്ടും യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് എക്സ്ട്രാ ക്യാഷ് ബാക്ക് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് വഴി അതിന്റെ നേടാൻ കഴിയുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിവിടെ നിർത്തുന്നു. പിന്നെ അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.